ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മറ്റൊരു ബ്ലോഗ്. അപ്പൊ നമ്മ ഇന്നല്ലെങ്കിൽ ചായ കുടിക്കാനായിട്ട് വന്നു. ബാക്കി ഞാൻ ചെല്ലാം ഗൈസ്. വെറും ഒരു ചായ കുടിപ്പിക്കാൻ വന്നോ ഇതിന് 2500 ബില്ലാക്കിയ കഥയാണ് ഗൈസ്. ഇതിൽ ഞാനില്ലെങ്കിലും എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ആ സപ്പോർട്ട്, അതാണ് എന്റെ ചങ്ങായിമാര്. അങ്ങനെ അവരെനിക്ക് കോളേജ് പറഞ്ഞു ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഫുഡും കണ്ടന്റും ഫ്രീ ആണെന്ന്. ഫുഡ് എന്ന് കേട്ടതും പിന്നൊന്നും നോക്കിയില്ല ഗൈസ്. വണ്ടി എടുത്ത് വിട്ടില്ല 100-110. ഹോട്ടൽ ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് സ്കില്ലൊന്നും അധികം കാണിക്കാൻ പറ്റിയില്ല ഗൈസ്. ഇവിടെ അപ്പാണെന്നുണ്ടെങ്കിൽ എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി കാത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് എത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ കഴിച്ചു കൊടുക്കിട്ടുണ്ടാവും, പക്ഷെ ഞാൻ വരാണ്ട് അവർ ഫുഡ് പോലും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു ഗൈസ്. ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ വേറൊരു ചങ്ങായും കൂടി വരാണ്ട്, ഫാറൂഖ്. പക്ഷെ ഓൻ വരെ ലേറ്റ് ആവെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കാത്തിരിപ്പ് തുടങ്ങി ഗൈസ്. ഇവിടെ അഞ്ചാണെന്നുണ്ടെങ്കിൽ പൈക്കെന്ന് പറഞ്ഞിട്ട് കൂക്കലോട് കൂക്കൽ. അങ്ങനെ ഫൈനലി ഫാറൂഖ് വന്നിട്ടെങ്കിലും ഫുഡ് വന്നു ഗൈസ്. ഫാറൂഖ് വരേണ്ട ആ ഒരു ചിക്കൻ തോരണ്ടാന്ന് പറഞ്ഞു ഗൈസ്. പക്ഷെ പിന്നീടല്ല കാര്യം മനസ്സിലായി. ചെസ്റ്റ് പീസ് എടുക്കാനുള്ള അനസിന്റെയും ജാബുവിന്റെ അടവായിരുന്നു അത്. അങ്ങനെ റുമാലി റൊട്ടിയെടുത്ത് ഞങ്ങളിത് ആ പടക്കളം തുടങ്ങി ഗൈസ്. ഇവിടുത്തെ ഫുഡും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പെരി പെരി അൽഫാമാണ്. അത് അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയിലായിരുന്നു. അങ്ങനെ കഴിച്ചു തുടങ്ങി പകുതിയാകുമ്പോൾ ഒരാൾ എന്നോട് തോണ്ടി ചോദിക്കുന്നയാടാ ആ ചിക്കൻ ലെഗ് എനിക്ക് തരും. നോർമലി ഞാൻ ആർക്കും ഇത് കൊടുക്കാത്തയാണ്, പിന്നെ ലെഗ് ചെറുതായതുകൊണ്ട് അച്ചായതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടോ. അങ്ങനെ അവിടുന്ന് തിരുമ്പണ്ട് ആഞ്ഞു വലിക്കും അയലസെന്ന് പറഞ്ഞിട്ട് ചിക്കന് വേണ്ടിട്ട് വലിയോട് വലി. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഇരിക്കുമ്പോഴാണ് വെയിറ്ററിന്റെ ആ ലൈമായിട്ടുള്ള ഒരു വരവ്. ആഹാ അന്തസ്. അങ്ങനെ അതും കൂടി കുടിച്ചു കഴിഞ്ഞപ്പോ റാഹത്തായിട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരുത്തിന് സ്ലോ മോഷനിൽ പാട്ടും പാടിക്കൊണ്ട് വരുന്നു. വന്നിട്ട് എത്തിട്ടാകുമ്പോ എന്നെ ചെക്കന് ബേജാറല്ലോ. അങ്ങനെ ഓനോ എങ്ങനെയല്ല സമാധാനിപ്പിച്ചോണ്ട് വരുമ്പോണ്ട് കഴിഞ്ഞിട്ടുള്ള രമണ ഇനിയുണ്ട് ബാക്കി എന്ന് പറഞ്ഞിട്ട് പുഡിങ്ങിന്റെ ഒരു വരവ്. പുഡിങ് വന്നതും ഫാറൂഖിന്റെ ബേജാറാടെ നിർത്തിയിട്ട് എല്ലാവരുടെ ശ്രദ്ധ ഇങ്ങോട്ടായി. എനിക്ക് കിട്ടിയത് ഒരു സ്പൂൺ ആണെന്നുണ്ടെങ്കിലും പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയിലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഫാറൂഖ് ആണെങ്കിൽ ഒറ്റക്ക് തിന്നുന്നുണ്ട് പാപ്പ ചെക്കൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കേസ്. അപ്പൻ അടുത്ത വീഡിയോസിനായി ഫോളോ ചെയ്യാൻ മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ നിങ്ങളുടെ ഇതേപോലത്തെ ടീമിനെ അയച്ചു കൊടുക്കാൻ മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.